ആപ്ലിക്കേഷൻ ടൈമിൽ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. സോ മാൻഡേറ്ററി ആയിട്ടും നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ എന്തായാലും നഷ്ടപ്പെടുക തന്നെ ചെയ്യും. എക്സാമിനേഷൻ്റെ മോഡ് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ, അതേപോലെ ഡേറ്റ്, ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഡ്യൂറേഷൻ. ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ ഫ്രം RACE. സോ CUET 2025ന്റെ അഡ്മിഷൻ ഫോം, ഓൺലൈൻ അഡ്മിഷൻ ഫോം സൈറ്റിൽ അവൈലബിൾ ആണ്. എന്ന് മുതലാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ഡ്യൂറേഷൻ എത്രയാണ് എക്സാമിൻ്റെ, മീഡിയം എന്താണ്, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, MCQ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണോ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണോ, ഇങ്ങനെ നിരവധി സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ്. സോ എന്താണ് CUET നിങ്ങൾക്കറിയാം, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള JNU പോലെ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലെ, ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ, മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കും മറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും UG അഡ്മിഷൻ സാധ്യമാക്കുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ് CUET. സോ CUET എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് പറയാം. അതിനു മുൻപ് എന്നാണ് ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മാർച്ച് 1 2025 മാർച്ച് 1 മുതൽ 2025 മാർച്ച് 22 11:50 PM വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാം. ഫീ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 മാർച്ച് 23 ആണ്. മാർച്ച് 23 11:50 PM വരെ നിങ്ങൾക്ക് ഫീ സബ്മിറ്റ് ചെയ്യാം. ദെൻ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യപ്പെടും. മാർച്ച് 24 മുതൽ മാർച്ച് 26 വരെയായിരിക്കും കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുക. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ളത് ശ്രദ്ധിക്കണം. ദെൻ എന്നാണ്, എവിടെ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത്, ആ സിറ്റി അനൗൺസ്മെന്റ് ഒക്കെ NDAയുടെ സൈറ്റിൽ പിന്നീട് വരും. പക്ഷെ ഇപ്പോൾ നിലവിലൊരു എക്സാം ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെയ് 8 മുതൽ ജൂൺ 1 വരെയായിരിക്കും CUETയുടെ എക്സാം നടക്കുക. അപ്പോൾ പല ദിവസങ്ങളിലായിട്ട് പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും എക്സാം നടക്കുക. നീറ്റ് എക്സാം പോലെ ഒരൊറ്റ ഡേയിൽ ഒരൊറ്റ ഷിഫ്റ്റിലല്ല CUET എക്സാം നടക്കുക. പല ഷിഫ്റ്റുകളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട്, ലൈക്ക് നമ്മുടെ കീം എക്സാം പോലെയാണ് ക്യുവറ്റിൻ്റെ എക്സാം നടക്കുക. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്നാണ് നിങ്ങളുടെ എക്സാം നടക്കുക, നിങ്ങളുടെ ഷിഫ്റ്റ് ഏതാന്നൊക്കെ നിങ്ങളിങ്ങനെ NDAയുടെ സൈറ്റ് ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേഷൻസ് നൽകുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ദെൻ ആൻസർ കീയും ഒക്കെ നമുക്ക് NDAയുടെ സൈറ്റിലായിരിക്കും അവൈലബിൾ ആകുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട്. ഇപ്പോൾ നിലവിൽ എന്നാണ് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്, ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം മെയ് 8 ആണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഫീ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ജനറൽ കാറ്റഗറിക്ക് ഫീസ് ആയിട്ട് വരുന്നത് അപ് ടു 3 സബ്ജക്ട്സ്, നിങ്ങൾ 3 സബ്ജക്ട്സ് വരെയാണ് എഴുതുന്നതെങ്കിൽ 1000 രൂപയാണ്. വീണ്ടും പിന്നീട് സബ്ജക്റ്റിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ ഓരോന്നിനും 400 രൂപ വെച്ച് കൂടും. അതായത് ആദ്യം 3 സബ്ജക്റ്റിന് 1000 രൂപ കൊടുക്കുക, നാലാമത് ഒന്നുകൂടി ഉണ്ടെങ്കിൽ 1400, അഞ്ചാമത് ഒന്നുകൂടി ഉണ്ടെങ്കിൽ 1800 രൂപ ജനറൽ കാറ്റഗറിയിലുള്ളവർ മുഴുവനായും അടയ്ക്കണം. ദെൻ OBCയിൽ വരുന്ന NCL കാറ്റഗറി, നോൺ ക്രിമിലിയർ കാറ്റഗറിയാണ്. NCL സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഇക്കണോമിക്കലി വീക്കർ സെഷൻ, അവർക്ക് 900 rupees ആണ് 3 സബ്ജക്റ്റിന്. അഡീഷണൽ ഓരോ സബ്ജക്റ്റിനും പ്ലസ് 375 വെച്ച് വരും. 4 എണ്ണമാണെങ്കിൽ 900 പ്ലസ് 375, 5 എണ്ണം വരികയാണെങ്കിൽ 900 പ്ലസ് 375 പ്ലസ് 375. അങ്ങനെയായിരിക്കും ഫീ സ്ട്രക്ചർ. SC ST ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് കാറ്റഗറി, തേർഡ് ജെൻഡർ 800 rupees ആണ് 3 സബ്ജക്റ്റിന് വരുന്നത്. നാലാമത് 350 വെച്ച് ആഡ് ചെയ്യപ്പെടും, നാലാമതും അഞ്ചാമതും. ഓക്കെ, ഇനി ഇന്ത്യക്ക് വെളിയിലാണ് നിങ്ങൾ സെൻറ്റർ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ 3 സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നവർക്ക് 4500 ആയിരിക്കും വരിക. എക്സ്ട്രാ ആയിട്ട് 1800 വെച്ച് അതിൽ ആഡ് ഓൺ ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈവൻ ഫീയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു OBC NCL എന്ന് പറഞ്ഞില്ലേ, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ. നമ്മൾ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ടൈമിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ NCL സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും നീറ്റിൻ്റെ ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. NCL സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, ആ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാത്ത ആളുകൾ, ആ ഒരു സർട്ടിഫിക്കറ്റ് തഹസിൽദാറിൻ്റെ അടുത്തു നിന്ന്, നീറ്റിൻ്റെ തഹസിൽദാറിൻ്റെ അടുത്തു നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ CUETക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ആ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ OBC കാറ്റഗറിയിൽ ഉൾപ്പെടുത്തില്ല, ബാക്ക്വേർഡ് ക്ലാസ്സസ്
ക്യാമ്പസിൽ നിങ്ങളെ ഉൾപ്പെടുത്തില്ല, നിങ്ങളെ ജനറൽ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. സോ NCL വരാത്ത ആളുകൾ, NCL ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകൾക്ക് യാതൊരുവിധ റിസർവേഷനും കിട്ടുന്നതായിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ മുസ്ലിംസ് അല്ലെങ്കിൽ ഈഴവ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ OBCയുടെ അണ്ടറിൽ വരുന്ന ആളുകളാണ്. പക്ഷേ NCL സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങളെ ജനറൽ കാറ്റഗറിയിലായിരിക്കും പെടുത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു റിസർവേഷനും സീറ്റിൽ ലഭിക്കുന്നതല്ലായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ മാൻഡേറ്ററി ആയിട്ടും നിങ്ങൾ എന്ത് കളക്ട് ചെയ്യണം? NCL സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക. NCL ആണെന്നുള്ള കാര്യം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു കാറ്റഗറി അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം, നിങ്ങൾ ഈ കാറ്റഗറി ആണെന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? യെസ്. ദെൻ മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തവണ CBT മോഡ് മാത്രമാണ്. കീം പോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ക്യുവറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓഫ്ലൈൻ ആയിരിക്കും, ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഓഫ്ലൈനും കിട്ടുമോ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇല്ല, ഓൺലൈൻ മോഡാണ്. സോ ആ ഒരു മോഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക, മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇനി എക്സാമിനേഷൻ നടക്കുന്നത് ഏതൊക്കെ ലാംഗ്വേജിലാണ്? 13 ഇന്ത്യൻ ലാംഗ്വേജസിൽ നമുക്ക് എക്സാമിനേഷൻ പോസിബിൾ ആണ്. ഈ കാണുന്ന ലാംഗ്വേജുകളിലൊക്കെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഇതിൽ ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ്, ഇതിൻ്റെ എത്ര സബ്ജക്റ്റുകളാണുള്ളത്? ക്യുവറ്റിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ്? ടെസ്റ്റ് പേപ്പറിൻ്റെ ചോയ്സ് എങ്ങനെയാണ്? മോഡ് ഓഫ് എക്സാമിനേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, CBT മോഡാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ 37 സബ്ജക്ട്സ് ആണുള്ളത്. അതിൽ വരുന്നതാണ്, അതിൽ 13 ഇന്ത്യൻ ലാംഗ്വേജസും അതേപോലെ 23 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റും ഒക്കെ ഉണ്ട്. ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ മലയാളവും ഹിന്ദിയൊക്കെ അതിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി സബ്ജക്റ്റിൽ കെമിസ്ട്രിയും ഫിസിക്സും ബിസിനസ് സ്റ്റഡീസും ഒക്കെ ഉണ്ട്. ഓക്കെ, ദെൻ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ 37 എണ്ണമാണ് സബ്ജക്റ്റുകളുടെ എണ്ണം. ചോയ്സ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് മാക്സിമം 5 എണ്ണം ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു ആദ്യത്തെ 3 എണ്ണത്തിന് കോമൺ ഒരു ഫീസാണ്, പിന്നീട് വരുന്ന 4ാമത്തതിനും 5ാമത്തതിനും എക്സ്ട്രാ നിങ്ങൾ ഫീ അടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മൊത്തം മാക്സിമം 5 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. മൊത്തം 5 എണ്ണമായിരിക്കും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. CBT ആണ്. ആൻഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് പേപ്പറിന് 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, 50 ചോദ്യങ്ങളാണ് ഒരൊറ്റ ടെസ്റ്റ് പേപ്പറിന് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്, യാതൊരു വിധത്തിലുമുള്ള ഓപ്ഷൻസ് ഇല്ല. അതായത് കഴിഞ്ഞ വർഷം നീറ്റ് എക്സാം നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് സെഷൻ എയും സെഷൻ ബിയും ഉണ്ടായിരുന്നു. സെഷൻ ബിയിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ വർഷം NT അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ല. 180 ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അതേപോലെ കമ്പൽസറി ആയിട്ട് 50 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അവിടെ യാതൊരു വിധത്തിലുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് അല്ലെങ്കിൽ ചോയ്സ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലായിരിക്കും. ഓക്കെ, ദെൻ ഡ്യൂറേഷൻ, ഒരു ടെസ്റ്റ് പേപ്പറിന് 60 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. അപ്പോൾ 60 മിനിറ്റിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ദെൻ ഷിഫ്റ്റ് ആണ് പറയുന്നത്. ഷിഫ്റ്റ് ഏത് ഷിഫ്റ്റ് അത് അവർ അലോക്കേറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും നിങ്ങളുടെ ഷിഫ്റ്റ് വരിക. നമ്മൾക്ക് ഒരിക്കലും ഈ ഷിഫ്റ്റ് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എത്ര കാൻഡിഡേറ്റ്സ് ആണ് അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്നത്, ആ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം, അതേപോലെ അവർ എത്ര എണ്ണം ഓപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ചില ആളുകൾ കെമിസ്ട്രി ഓപ്റ്റ് ചെയ്യും, ചില ആളുകൾ ഫിസിക്സ് ഓപ്റ്റ് ചെയ്യും. കെമിസ്ട്രി ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും കൂടെ ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് അതിൻ്റെ അടിസ്ഥാനത്തിലും, അതേപോലെ എത്ര കാൻഡിഡേറ്റ്സ് ആണ് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലും ഏത് ഷിഫ്റ്റ് ആണെന്നുള്ളത് അവർ തീരുമാനിക്കും. പിന്നീട് അത് സൈറ്റിൽ അവൈലബിൾ ആക്കി തരും. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി മാർക്കിംഗ് സ്കീം പറയുകയാണെങ്കിൽ ഒരു കറക്റ്റ് ആൻസറിന് 5 മാർക്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ആൻഡ് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. 1 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പോകും. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചെഴുതിയാൽ 5 + 1 6 മാർക്ക് അവിടെ ഡിഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസറിന് 5 മാർക്സ് ആൻഡ് ഒരു നെഗറ്റീവ് മാർക്കും ഉണ്ട്. ഒരു ചോദ്യം തെറ്റിച്ചാൽ അവിടെ 1 മാർക്ക് നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, ദെൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക? MCQs ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നീറ്റും കീമും ഒക്കെ പോലെ MCQ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ MCQs നല്ല വിധത്തിൽ പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാം. അതിനു മുൻപ് ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 60 മിനിറ്റ് ഡ്യൂറേഷൻ ആണ് കിട്ടുന്നത്. ദെൻ എക്സാമിനേഷൻ മൾട്ടിപ്പിൾ ഷിഫ്റ്റിലായിരിക്കും നടക്കുക. കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണമൊക്കെ അനുസരിച്ചായിരിക്കും. PW ഫിസിക്കലി ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന് എക്സ്ട്രാ ടൈം അലൗ ചെയ്യുന്നതായിരിക്കും.
ദെൻ ആപ്ലിക്കേഷൻ ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടും ഓൺലൈൻ മോഡിലായിരിക്കും നടക്കുക. നിങ്ങൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ബൈ ഹാൻഡോ നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ഡോക്യുമെന്റും പ്രസന്റ് ചെയ്യേണ്ടതായിട്ടില്ല. കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് NTA സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ വാട്സപ്പിലൂടെയോ അല്ലാതെയോ ഒന്നും നിങ്ങൾ യാതൊരു ഡോക്യുമെന്റും അയച്ചു കൊടുക്കാൻ പാടില്ല, അതിൻ്റെ ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ഓൺലൈൻ മോഡായിരിക്കും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, യാതൊരു വിധത്തിലുള്ള മിസ്റ്റേക്സും അവിടെ വരുത്താതിരിക്കുക. ഓക്കെ, ആൻഡ് ഏതൊരു സൈറ്റിൽ കൂടിയാണ് നിങ്ങൾ വെബ്സൈറ്റ്, NTA വെബ്സൈറ്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ്, CUT.NTA.nic.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക. വേറൊരു വിധത്തിലും സബ്മിറ്റ് ചെയ്യാൻ ഈ ഒരു സൈറ്റിൽ കൂടി മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലാതെ മെയിൽ വഴിയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ടൈമിൽ തന്നെ വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ, ഡേറ്റ അതിൽ കറക്റ്റായിട്ട് എൻട്രി ചെയ്യുക. ഓക്കെ, ദെൻ CUTക്ക് ഞാൻ പറഞ്ഞു വേറെ ഏത് ഫോമിലുള്ളതും, അതായത് വാട്സപ്പ് വഴിയോ അല്ലാതെ അവരുടെ മെയിൽ ID വഴിയോ ഒന്നും കൊടുക്കുന്ന യാതൊരു കറക്ഷൻസും NTA അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. സോ കറക്ഷൻസ് അങ്ങനെ വരുത്താതെ കറക്റ്റായിട്ട് ഈ ഒരു സൈറ്റിൽ കൂടി തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ദെൻ ഒരേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഫോട്ടോഗ്രാഫും അതേപോലെ നമ്മുടെ സിഗ്നേച്ചറും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ടൈമിൽ ഫോട്ടോഗ്രാഫും നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഇമേജും ക്ലിയർ ആയിട്ടുള്ള സിഗ്നേച്ചറും തന്നെ സ്കാൻ ചെയ്ത് അയക്കുക. അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് CUTയുടെ വെബ്സൈറ്റിൽ ബ്രോഷറിൽ അവൈലബിൾ ആണ്. ആ ഒരു ഫോർമാറ്റിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള സിഗ്നേച്ചറും ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും ബ്ലർഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം അവർ റിജക്റ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. സോ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. നല്ല ക്ലാരിറ്റിയുള്ള, ഒട്ടും ബ്ലർഡ് ആയിട്ട് നിങ്ങളുടെ സിഗ്നേച്ചറോ ഫോട്ടോയോ പോകാൻ പാടില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജും സിഗ്നേച്ചറും അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളരെ നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. ഈ കാര്യത്തിൽ, ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ വളരെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് അക്ഷയ സെൻറ്റർ വഴിയോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്, അവർക്കറിയാം ഇതിനെപ്പറ്റി. സോ നിങ്ങൾ നന്നായിട്ട് ഈ പ്രോസ്പെക്ടസ് ഒന്ന് വായിച്ചു കൂടി നോക്കുക, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇതിൻ്റെ പേരിൽ ഒരു ടെൻഷൻ അടിക്കേണ്ടി വരരുത്, കാരണം എൻട്രൻസ് ആണ് നമുക്ക് മുഖ്യം, നമുക്കത് എഴുതണം. സോ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഒരൊറ്റ തവണ ഫില്ല് ചെയ്താൽ മതി. ആ ഒരു ടൈമിൽ ഇങ്ങനത്തെ മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറും മെയിൽ IDയും വളരെ കറക്റ്റ് ആയിട്ടുള്ള മെയിൽ ID, യാതൊരു വിധത്തിലുള്ള മിസ്റ്റേക്സും അതിൽ വരാൻ പാടില്ല. നിങ്ങളെ എപ്പോഴും ആക്സസബിൾ ആയിട്ടുള്ള ഒരു നമ്പറും ഒരു മെയിൽ IDയും കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു മെയിൽ IDയും ഒരു ഫോൺ നമ്പറും ഒരു ആപ്ലിക്കേഷൻ ഫോമിന് മാത്രമായിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ആ ഒരു കാര്യം കൂടെ മൈൻഡിൽ വെച്ചിരിക്കുക. അപ്പോൾ വളരെ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യൂ. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, നമ്മളതൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.